ചായ തിളപ്പിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 7 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയൊരു സവാള 2ആയിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാൻ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ് പെരിഞ്ജീരകം. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ബ്രെഡിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ബ്രെഡ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശായിട്ട് എടുത്ത് ഒന്ന് ഉരുളയാക്കിയതിന് ശേഷം ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഒരു പരിപ്പ് വടയുടെ ഷേപ്പ് ഒന്ന് ആക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഷേപ്പ് ആക്കിയെടുത്തിട്ടുള്ള എല്ലാ ബ്രെഡും എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു കളറിൽ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.